ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ചെറിയ സംരംഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചെറിയ സംരംഭങ്ങൾ എങ്ങനെ തുടങ്ങാം, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ആ ബിസിനസ് മേഖലകൾ എന്നിവയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു തുണിത്തരം വേണമെങ്കിൽ നമ്മൾ എവിടെയാണ് ഷോപ്പുള്ളത് ആ ഷോപ്പിൽ പോയി നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള തുണികൾ നോക്കി നമ്മുടെ ഇഷ്ടമായവ, ഇനി അഥവാ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി വരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി. നമ്മുടെ വിരൽത്തുമ്പിൽ മൊബൈലിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ, ഇഷ്ടമുള്ള തുണി, ഇഷ്ടമുള്ള വിലയിൽ നമുക്ക് സെലക്ട് ചെയ്ത് അവയുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അധികം സമയം നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നില്ല, യാത്രയുടെ ആവശ്യകതയും വരുന്നില്ല. ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മുൻകൂട്ടി പണമടച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചയക്കാനായിട്ടുള്ള ഓപ്ഷനുകളുണ്ട്. ഇങ്ങനെ ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടുകളും പർച്ചേസിങ് രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു അധിക വരുമാനം ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും, അല്ലേ? ഈ പറയാൻ പോകുന്ന രണ്ട് കുഞ്ഞ് സംരംഭങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു അധിക വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ടെക്സ്റ്റൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ, ഇവ നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാൻ പറ്റും. നമ്മൾ ബൾക്കായിട്ട് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മെറ്റീരിയൽ, ഗുണനിലവാരമുള്ള മെറ്റീരിയലായിരിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അഫോർഡബിളായ റേറ്റിൽ നമ്മൾ ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഓൺലൈൻ സൈറ്റ് വഴി വിൽപ്പന നടത്താം. ഇതിന് നമുക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ചില ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് അസോസിയേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിൽപ്പന നടത്താം. ഇല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് വഴിയാകാം, ഇൻസ്റ്റഗ്രാം വഴി, വാട്സപ്പ് വഴിയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, ചെറിയൊരു വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനിലൂടെ നമ്മുടെ തുണിത്തരങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നതാണ്. അതുവഴി നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പം ഗുണനിലവാരം ഉറപ്പാക്കുക. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് നമുക്ക് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ആവശ്യകതയുണ്ട്. എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ മാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾ പോയി കയറി നോക്കുക. അതിൽ ധാരാളം ഡീലേഴ്സിനെയും കമ്പനികളെയും നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് അവരുടെ സ്ഥലം നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സന്ദർശിച്ച് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾ പർച്ചേസുകൾ കൊടുക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, യഥാസമയത്ത് ഇപ്പോൾ കസ്റ്റമർ ഓർഡർ ചെയ്ത തുണിത്തരങ്ങൾ അതേ ക്വാളിറ്റിയിൽ തന്നെ കസ്റ്റമറിൽ എത്തിച്ചു കൊടുക്കുക. അത് നമ്മൾ അവരുടെ ഒരിക്കൽ പ്രോമിസ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓൺ ടൈം ഡെലിവറി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് ബാഗുകളാണ്. ഹാൻഡ് ബാഗുകൾ ലേഡീസിന് ധാരാളമായി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ലേഡീസ് ഹാൻഡ് ബാഗുകൾ, അതുപോലെ ലേഡീസ് ആക്സസറീസുകൾ, ഇവയൊക്കെ ബൾക്കായിട്ട് നമുക്ക് ഓൺലൈൻ സൈറ്റിൽ അല്ലെങ്കിൽ ട്രേഡഡ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അവയും കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുക. നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ അധിക വരുമാനം കൂട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനായിട്ടും സഹായിക്കും. ഈ ബാഗുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾ നല്ല മെറ്റീരിയൽ, നല്ല ഗുഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈട് നിൽക്കുന്നവ, അവ അഫോർഡബിളായ റേറ്റിൽ വേണം വിൽപ്പനയ്ക്കായി എത്തിക്കുവാനായിട്ട്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞു വേണം പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട്.
കസ്റ്റമേഴ്സിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള കസ്റ്റമേഴ്സിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഹൈ ഇൻകം ആയിട്ടുള്ള ആളുകളാണോ, മീഡിയം ഇൻകം ആണോ, ലോവർ ലെവലിലുള്ള ആളുകളാണോ, അതിനനുസരിച്ച് ചൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട്. രണ്ടാമത്, നിങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ചൊന്ന് പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാഗുകളും തുണിത്തരങ്ങളും ഒക്കെ വിൽക്കുമ്പോൾ മാർക്കറ്റ് ഏതായാലും ഉണ്ടാവും. പക്ഷേ നമ്മുടെ കോമ്പറ്റീറ്റർമാർ ആരൊക്കെയാണ്, അവരുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, അവർ വിൽക്കുന്ന പ്രൈസ് ഏതാണ്, ഇതൊക്കെ ഒന്ന് ഏകദേശം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാനായിട്ട്. ഇതിനധികം സമയമൊന്നും വേണ്ട. ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ഒരു മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇനിയും ചെറിയൊരു വെബ്സൈറ്റ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വഴിയോ നിങ്ങൾക്ക് ഇവ വിൽക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള വെബ്സൈറ്റുകളുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, അവയുടെ അസോസിയേറ്റ് ആയിട്ട് നിന്നുകൊണ്ടും നിങ്ങൾക്ക് പ്രവർത്തിക്കാം. നിങ്ങൾക്ക് മാസമായിട്ട് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ലഭ്യമാകും. ഇങ്ങനെയുള്ള ബിസിനസ് ഐഡിയകൾ ഇനി നിങ്ങൾക്ക്